അഞ്ജലി വിവരങ്ങളുമായുണ്ട്. അഞ്ജലി, കൗണ്ട് ഡൗൺ വീണ്ടും തുടങ്ങിയോ? നിലവിൽ കൗണ്ട് ഡൗൺ വീണ്ടും ആരംഭിച്ചിട്ടില്ല. പക്ഷെ ഇത് മാറ്റിവെച്ചു എന്ന തരത്തിലൊരു അറിയിപ്പ് ഈ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട് അല്പസമയത്തിനകം ആരംഭിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ കൗണ്ട് ഡൗണുകൾ മാറ്റിവെക്കുന്നത് പ്രധാനമായും ഒന്നെങ്കിൽ തെർമൽ സെൻസേഴ്സിന്റെ അലർട്ടോ അല്ലെങ്കിൽ ബാറ്ററി വോൾട്ടേജിലെ വ്യത്യാസമോ അല്ലെങ്കിൽ വിപരീത കാലാവസ്ഥ എന്നിവ ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത്തരത്തിൽ വിക്ഷേപണത്തിന് തൊട്ടു മുമ്പ് വീണ്ടും കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്ന തരത്തിൽ അറിയിപ്പ് ലഭിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായും കൗണ്ട് ഡൗൺ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ അല്പസമയത്തിനകം അതെ വീണ്ടും കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും 11:46 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 11:46 കാണിക്കുകയാണ് സ്ക്രീനിൽ. അതിപ്പോഴത്തെ ടൈമാണ്. ഇപ്പോൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. 12:05 ലോഞ്ച് ചെയ്യും. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അല്പസമയത്തിനകം തന്നെ കൗണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം വിക്ഷേപം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും തടസ്സങ്ങൾ മാറി ആദ്യ വിക്ഷേപണമാണ്. സ്വകാര്യ ഏജൻസിയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ വിക്ഷേപണം. ഏതായാലും തടസ്സങ്ങളെല്ലാം മാറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് നിലവിൽ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായും സ്കൈ റൂട്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായി വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും വിക്ഷേപണം വീണ്ടും ആരംഭിക്കുകയാണ്. പ്രതീക്ഷകൾ വീണ്ടും ഉണരുകയാണ്. സ്വകാര്യ ഏജൻസിയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ റോക്കറ്റ് വിക്ഷേപണം ഒരുപക്ഷെ ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് തന്നെ ചരിത്രം കുറിക്കുന്ന വിക്ഷേപണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം സ്പേസ് എക്സ് അടക്കമുള്ള സ്വകാര്യ ഏജൻസികൾ ലോകത്ത് വളരെയധികം പല വിക്ഷേപണങ്ങൾ നടത്തി അവർ വിജയിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിക്ഷേപണങ്ങൾ പലതും നടത്തിയിട്ടുള്ളത് ഇത്തരം സ്വകാര്യ ഏജൻസികളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ രംഗത്തും സ്വകാര്യ ഏജൻസികളുടെ കടന്നുവരവ് എന്ന് പറയുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ മുമ്പ് നമ്മൾ കണ്ടു പല വിക്ഷേപണങ്ങളും പരാജയപ്പെട്ടു. ISROയുടെ ഭാഗത്തു നിന്നാണെങ്കിലും വിക്ഷേപണം നടത്തുമ്പോൾ പലതും പരാജയപ്പെട്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഇത്തരം ഒരു സ്വകാര്യ ഏജൻസിയുടെ കരുത്തുകൂടി ISROയ്ക്ക് ലഭിക്കുമ്പോൾ അത് പലതരത്തിൽ നമുക്കറിയാം ഗഗൻയാൻ അടക്കമുള്ള മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ അടക്കമുള്ള ദൗത്യങ്ങൾ മുൻപിൽ നമുക്ക് കിടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സ്വകാര്യ ഏജൻസിയുടെ കടന്നുവരും ഇത്തരത്തിലൊരു വിക്ഷേപണം വിജയിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഏതല്ല നമുക്ക് ഈ വിക്ഷേപണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ റോക്കറ്റിനെ കുറിച്ച് പറയാം. ഈ വിക്ഷേപണത്തിന് പറയുന്ന ആഗമൻ എന്നാണ്. ഈ റോക്കറ്റിന് പറയുന്നത് വിക്രം 1 എന്നാണ്. വിക്രം 1 പ്രധാനമായും പ്രൊപ്പൽഷൻ സിസ്റ്റം ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് എഞ്ചിനുകൾ. ഈ എഞ്ചിനുകൾ 4 തരത്തിലുള്ള എഞ്ചിനുകളാണ് ഉള്ളത്. അതിൽ 3 എഞ്ചിനുകൾ ഖര എഞ്ചിനുകൾ, അതായത് സോളിഡ് എഞ്ചിനുകളും അതുപോലെ തന്നെ 1 ലിക്വിഡ് എഞ്ചിനുകളുമാണ് ഉള്ളത്. ഈ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ്. ഏറ്റവും വലിയ സാങ്കേതികത വേണ്ട ഒരു വിക്ഷേപണമാണ്. നേരത്തെ പറഞ്ഞാൽ റോക്കറ്റ് ഉയർത്തൽ എന്നതിനപ്പുറത്തേക്ക് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കൽ എന്നത് അത്യന്തം സങ്കീർണമായ ഏറ്റവും ഉന്നതമായ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമായ ഒരു ലോഞ്ചാണ് നടക്കാൻ പോകുന്നത്. വിക്രം 1ന്റെ വിക്ഷേപണത്തിനായുള്ള കൗണ്ട് ഡൗൺ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. മോൾഡ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. നേരത്തെ നിർത്തിവെച്ചിരുന്ന കൗണ്ട് ഡൗൺ ആണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് 12:05 ടൈം കൃത്യത. അത് ഒന്നുകൂടി സ്ക്രീൻ കണ്ടാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. 12:05 ലോഞ്ച് ചെയ്യപ്പെടും എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിക്രം 1 ചരിത്രത്തിലേക്ക് കുതിക്കാൻ ഒരുങ്ങുകയാണ്.